ഗാർഹിക ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കളെല്ലാം മറക്കാതെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ. നാളെ ഏപ്രിൽ മാസം 6-ാം തീയതി തിങ്കളാഴ്ച മുതൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് നമ്മളുടെ വീടുകളിലേക്ക് ഗ്യാസ് സിലിണ്ടർ വിതരണം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ കുറച്ച് അവധി ദിവസങ്ങൾ കൂടി ഉണ്ടായിരുന്നതിനാൽ ബുക്കിംഗ് ചെയ്ത പലർക്കും ഇന്ധനം ലഭിക്കുന്ന സാഹചര്യം വന്നിരുന്നില്ല. വിതരണത്തിൽ തടസ്സം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ആഴ്ചയിൽ നേരിട്ടിരുന്നു. എന്നാൽ അതെല്ലാം പരിഹരിച്ച് എല്ലാ മേഖലയിലേക്കും 14 ജില്ലകളിലും കൂടുതൽ കാര്യക്ഷമമായിട്ട് ഇന്ധന വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, നഗരപ്രദേശങ്ങളിലെ 45 ദിവസ ലിമിറ്റ്, അതായത് 46-ാമത്തെ ദിവസമേ അടുത്ത ഗ്യാസ് സിലിണ്ടർ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിലുൾപ്പെടെ ചിലപ്പോൾ ദിവസങ്ങളിൽ മാറ്റങ്ങൾ വന്നേക്കുമെന്നുള്ള പ്രധാന അറിയിപ്പ് വരുന്നുണ്ട്. ഇനി നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 35 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ബുക്കിംഗ് സാധ്യമാകുന്നത്. അതിലുൾപ്പെടെ മാറ്റങ്ങൾ വന്നേക്കാം, അതായത് ദിവസങ്ങൾ കുറയുന്ന ഒരു സാഹചര്യം വന്നേക്കാം. എന്നാൽ യുദ്ധ സാഹചര്യങ്ങൾ വീണ്ടും കൂടുതൽ രൂക്ഷമാവുകയാണെങ്കിൽ ഇത് നമ്മളെ കാര്യമായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് താനും. നിലവിൽ കേന്ദ്ര സർക്കാരും ഈ ഒരു സൂചനയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ സംസ്ഥാനത്ത് PNG കണക്ഷനുകൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര നിർദ്ദേശം വന്നിട്ടുള്ളത്. അതായത് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് സിലിണ്ടറുകൾക്ക് പകരമായിട്ട് പ്രത്യേക പൈപ്പ് ലൈനിലൂടെ നമ്മളുടെ വീടുകളിലേക്ക് ഇന്ധനം എത്തിക്കുന്ന രീതി, അത് നിലവിൽ തടസ്സമില്ലാതെ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ധനക്ഷാമം ഈ ഒരു മേഖലയെ ബാധിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളുടെ പ്രദേശത്ത് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിറ്റി ഗ്യാസ് കണക്ഷൻ പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ആ ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടി നമ്മളുടെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ സമയത്ത് ആവശ്യപ്പെടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. തിരുവനന്തപുരം ജില്ല, അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയുടെ ചില ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ ആലപ്പുഴ, തൃശ്ശൂർ ജില്ലയിലാണ് സിറ്റി ഗ്യാസ് പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. അതുമാത്രമല്ല, നിലവിലുള്ള പദ്ധതി കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയും തീരുമാനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഗ്യാസ് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് വ്യവസായ, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങളായിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ ഗാർഹിക ആവശ്യങ്ങൾക്കായിക്കോട്ടെ, ഇത്തരത്തിലുള്ള പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷൻ എടുത്തു വയ്ക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഗ്യാസ് സിലിണ്ടറിനേക്കാളും 20% വരെയൊക്കെ ലാഭം കൂടി ഇതിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അതുമാത്രമല്ല, 24 മണിക്കൂറും ഇന്ധനം തടസ്സമില്ലാതെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും കൂടുതൽ സുരക്ഷിതമാർന്ന സംവിധാനവുമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ജില്ലകളിലുള്ളവർ, അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലും പൈപ്ഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ സേവനം ലഭ്യമാണെങ്കിൽ എത്രയും വേഗം അത്തരത്തിൽ കണക്ഷൻ എടുക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് ഈ മേഖലകൾക്ക് ഗ്യാസ് സിലിണ്ടർ വിതരണത്തിൽ തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഒരു ഷോർട്ടേജ് അനുഭവപ്പെട്ടേക്കാം. കാരണം മറ്റ് മേഖലകളിലേക്ക് കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ LPGയുടെ നടക്കുകയും ഇത്തരത്തിൽ സിറ്റി ഗ്യാസ്, അല്ലെങ്കിൽ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് ഒക്കെ പോകുന്ന ഏരിയയിലേക്ക് ഗ്യാസ് കണക്ഷൻ വിതരണം അത് ഒരു ലിമിറ്റ് വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഉപയോക്താക്കൾക്ക് ഗ്യാസ് ലഭിക്കുന്നതിൽ തടസ്സമുണ്ടായേക്കാം. ഇനി ഇത് മാത്രമല്ല, നിലവിൽ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന PMUY ഗുണഭോക്താക്കളാണെങ്കിൽ 9 ഗ്യാസ് സിലിണ്ടറുകൾക്ക് വരെ സബ്സിഡി ലഭ്യമാണ്. അതായത് 300 രൂപ വീതം നമ്മളുടെ അക്കൗണ്ടിലേക്ക് കയറും. ഈ സാമ്പത്തിക വർഷത്തെ കണക്കാണ് ഇതിനു വേണ്ടി പരിഗണിക്കുക. അപ്പോൾ ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആനുകൂല്യം അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവുക. നിലവിൽ ഇന്ധനം ആദ്യഘട്ടത്തിൽ നമ്മൾ വാങ്ങുന്നു, റീഫിൽ ചെയ്യുന്നു, അതിനുശേഷമാണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആകുന്നത്. ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷന് അപേക്ഷിക്കുന്നവർ, അത് നിലവിൽ പുതുതായിട്ട് അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർ ശ്രദ്ധിക്കുക. മറ്റ് ഗാർഹിക ഗ്യാസ് കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല. നമ്മളുടെ റേഷൻ കാർഡിലോ അല്ലെങ്കിൽ ആധാറിലോ മറ്റാർക്കും ഇത്തരത്തിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല. മുൻഗണന റേഷൻ കാർഡ് ആയിരിക്കണം. എങ്കിലേ PMUY എന്ന് പറയുന്ന സ്കീം വഴി ആനുകൂല്യം ലഭിക്കുകയുമുള്ളൂ. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.